ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉഹദാന ലിറ്റർജിക്കൽ ക്വിസിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് സ്നേഹപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് കാണുവാൻ പോകുന്നത് കൈ കഴുകൽ ശുശ്രൂഷയാണ്. കാർമികൻ ബലിപീഠത്തിലേക്ക് അപ്പവും വീഞ്ഞും സംവഹിക്കുന്നതിനായി ബലിപീഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശംശാനമാർ അല്ലെങ്കിൽ സഹായികൾ ബെമ്മയിലേക്ക് കൈ കഴുകുന്നതിനുള്ള സജ്ജീകരണവുമായിട്ട് വരികയാണ്. അവിടെ വന്നു കഴിയുമ്പോൾ കൈ കഴുകിക്കൊണ്ട് കാർമികൻ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. തുടർന്ന് കൈ തുടയ്ക്കുമ്പോൾ ചൊല്ലുന്നു, കർത്താവ് തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഗബ്രിയേൽ കത്രായ എന്ന് പറയുന്ന ആരാധനാക്രമ വ്യാഖ്യാതാവ് ഇതേപ്പറ്റി പറയുന്നത്, ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ഇൻറ്റീരിയർ പ്യൂരിഫിക്കേഷൻ. നമ്മുടെ ഉള്ളിൻ്റെ മനസാക്ഷിയുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിർമ്മല മനസാക്ഷിയോടുകൂടി ബലിപീഠത്തിൽ പ്രവേശിച്ച് കർത്താവിന് ബലിയർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ കാർമികൻ ബലിപീഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുനിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ബലിയർപ്പിക്കാൻ ഞങ്ങൾ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തിൻ്റെയും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയുടെയും പ്രതീകമായിട്ടാണ് ഇവിടെ കൈകൾ കഴുകി കൈകൾ തുടച്ച് ശുദ്ധീകരിക്കുന്നത്. അത് നമ്മുടെ ആന്തരികമായിട്ടുള്ള വിശുദ്ധീകരണത്തിൻ്റെ അടയാളമായി നമുക്കതിനെ കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. പിന്നീട് നമ്മളിനി കാണാൻ പോകുന്നത് വിശുദ്ധ കുർബാനയുടെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമർപ്പണമാണ്. ബേസ്കസയിൽ നിന്ന് അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് വരുന്നു. ശംശാനമാരുണ്ടെങ്കിൽ അവർക്ക് ബേസ്കസയിൽ നിന്ന് ബലിപീഠത്തിലേക്ക് സംഭവിക്കാം, പക്ഷെ സമർപ്പിക്കേണ്ടത് പുരോഹിത പട്ടം സ്വീകരിച്ച വ്യക്തിയാണ്. സഹകാർമ്മികരുണ്ടെങ്കിൽ അവരെടുത്തുകൊണ്ട് വന്ന് അവർ തന്നെ സമർപ്പിക്കുന്നു. റാസയിലാണെങ്കിൽ ആർച്ച് സമർപ്പിക്കുന്നത്. ഒരു പുരോഹിതൻ തനിച്ചാകുമ്പോൾ കാർമ്മികൻ ആദ്യമേ പോയി വീഞ്ഞ് ഉൾക്കൊള്ളുന്ന കാസയെടുത്ത് മധുബഹായിലേക്ക് വയ്ക്കുന്നു. തുടർന്ന് പീലാസയും അധികമായിട്ടുള്ള കുസ്തോതികളുണ്ടെങ്കിൽ അവയും ഒന്നിച്ചെടുത്ത് ബലിപീഠത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ സംഭവിച്ചതിന് ശേഷം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ദിവ്യരഹസ്യങ്ങളുടെ പ്രദക്ഷിണം. ഈ സമയത്ത് മാത്രമാണ് അപ്പവും വീഞ്ഞും ബലിപീഠത്തിങ്കിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാൻ സഭ നിർദ്ദേശിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അപ്പവും വീഞ്ഞും ബലിപീഠത്തിൽ കൊണ്ടുപോയി വയ്ക്കുന്നത് സഭയുടെ ലിറ്റർജിക്കൽ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. അപ്പവും വീഞ്ഞും ബലിപീഠത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം കുരിശാകൃതിയിൽ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ബലിപീഠത്തിലേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവരുന്നത് കർത്താവിൻ്റെ കാൽവരിയിലേക്കുള്ള യാത്രയാണ്. കുരിശിൽ മരിക്കുന്നതിന് വേണ്ടി കാൽവരിയിലേക്ക് കർത്താവ് യാത്ര ചെയ്തതിനെയാണ് അവിടെ പ്രതീകാത്മകമായി അനുസ്മരിക്കുന്നത്. പിന്നീട് അപ്പവും വീഞ്ഞും കുരിശാകൃതിയിൽ കാർമികൻ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയും ആ ഉയർത്തിപ്പിടിക്കലും കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ അനുസ്മരണമാണ്. ഈ അപ്പവും വീഞ്ഞും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശുമരണത്തെയാണ് അനുസ്മരിക്കുന്നത്. വീണ്ടും അത് നേരെ അതേപടി ബലിപീഠത്തിലേക്ക് വയ്ക്കുന്നു. അതിനുശേഷം ശോശപ്പ ഇട്ട് അത് മൂടുന്നു. ശോശപ്പ കർത്താവിൻ്റെ കബറിടം മൂടിയ കല്ലിൻ്റെ സ്ലാബിൻ്റെ പ്രതീകമാണ്. കർത്താവിൻ്റെ ശരീരവും രക്തവും അടക്കം ചെയ്തതിനു ശേഷം കല്ലറ സ്ലാബിട്ട് മൂടിയതുപോലെ കർത്താവിൻ്റെ കല്ലറയുടെ പ്രതീകമായ ബലിപീഠത്തിന്മേൽ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ വെച്ചതിന് ശേഷം, തിരുശരീര രക്തങ്ങളുടെ പ്രതീകമായ അപ്പവും വീഞ്ഞും വെച്ചതിന് ശേഷം സ്ലാബിട്ട് ശോശപ്പയിട്ട് മൂടുന്ന രീതി, അവിടെ കർത്താവിൻ്റെ സംസ്കാരമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. കാർമികൻ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. അതൊരു തൃത്വസ്തുതിയാണ്, ഗ്ലോറിഫിക്കേഷൻ ഓഫ് ട്രിനിറ്റി. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാചരിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തുതി കൊടുത്തതിന് പറയുകയാണ്, മിശിഹ ഈ കുർബാന സ്വീകരിക്കട്ടെ. കർത്താവ് പറഞ്ഞ കാര്യം വീണ്ടും നമ്മൾ അർപ്പിക്കുമ്പോൾ കർത്താവ് അത് സ്വീകരിക്കട്ടെ. ഇവിടെ മിശിഹാ തമ്പുരാൻ തന്നെയാണ് ഇതിൻ്റെ ബലിയർപ്പകൻ, മിശിഹാ തമ്പുരാൻ തന്നെയാണ് ബലിവസ്തു, മിശിഹാ തമ്പുരാൻ തന്നെയാണ് ഈ ബലി സ്വീകരിക്കുന്നതും. ക്രൈസ്റ്റ് ഈസ് ദ ഓഫറർ, ഓഫറിങ് ആൻഡ് ദ റെസിപ്പിയൻറ്റ്. അതാണ് നമ്മുടെ പൗരസ്ത്യ സുറിയാനി സഭയുടെ
ഈ സമർപ്പണത്തിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും യുണീക്കായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ബലിയർപ്പകനും ബലിവസ്തുവും ബലി സ്വീകരിക്കുന്നവനും ഒന്നാണെന്നുള്ള കാഴ്ചപ്പാടാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട് എന്ന് നമ്മൾ ഓർക്കുക. തുടർന്ന് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ ഇത് ഞങ്ങൾ ഇവിടെ സജ്ജീകരിക്കുന്നു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആ തൃത്വസ്തുതിയോടുകൂടി ആരംഭിച്ച് തൃത്വസ്തുതിയോടുകൂടി ഇത് അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഞങ്ങളിത് ചെയ്യുന്നു എന്ന് കാർമ്മികൻ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് പീലാസ കൊണ്ട് കാസയിൽ 3 പ്രാവശ്യം മുട്ടുന്ന ഒരു പാരമ്പര്യവും നമ്മുടെ സഭയിൽ ഉണ്ട്. ഇത് ഒരു കാഴ്ച സമർപ്പണമല്ല, ഇതൊരു ഓഫർട്ടറി അല്ല. ലത്തീൻ സഭയിൽ ഇതിന് പാരലായിട്ട് കാണുന്ന കാര്യത്തിനെയാണ് കാഴ്ച സമർപ്പണം എന്ന് പറയുന്നത്. അവരപ്പത്തെയും വീഞ്ഞിനെയും കാഴ്ചവസ്തുക്കളായിട്ട് കരുതുന്നു. നമ്മൾ പ്രതീകാത്മകമായി കാണുന്നതുകൊണ്ട് അതിനെ കാഴ്ചവസ്തുക്കൾ എന്ന വിധത്തിലല്ല കാണേണ്ടത്. കർത്താവിൻ്റെ കുരിശുമരണത്തെ അനുസ്മരിക്കുന്ന ഒരു കർമ്മമായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ പ്രത്യേക കീർത്തനങ്ങൾ പാടുവാൻ സഭ നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് ഓനിസാദ് റാസെ, ദിവ്യരഹസ്യ ഗീതം. ഓനിസാദ് പറഞ്ഞാൽ കീർത്തനം, റാസ എന്ന് പറഞ്ഞാൽ രഹസ്യം, രഹസ്യങ്ങളുടെ കീർത്തനം. 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾക്ക് സാധാരണഗതിയിൽ അത് നൽകപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തേത് സാധാരണ കുർബാനയിൽ നമ്മൾ പാടുന്ന കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, മിശിഹാ കർത്താവിൻ തിരുമൈ നിണവുമിത എന്നുള്ള കീർത്തനം. രണ്ടാമത്തെ ഭാഗത്ത് വരുന്നത് താതനും അതുപോൽ എന്നുള്ള ആ പാട്ടും. ഈ 2 കീർത്തനങ്ങളാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ ദിവ്യരഹസ്യ ഗീതങ്ങളായിട്ട് നൽകിയിരിക്കുന്നത്. ഈ ദിവ്യരഹസ്യ ഗീതങ്ങളിൽ ആദ്യത്തേത് വ്യതിയാന വിധേയമായതാണ്. അതായത് ഓരോ കാലങ്ങൾക്കനുസരിച്ചും തിരുനാറുകൾക്കനുസരിച്ചും മാറി ഉപയോഗിക്കാവുന്ന കീർത്തനമാണ്. അത് കുർബാനയുടെ പുസ്തകത്തിൽ നൽകിയിട്ടുമുണ്ട്, കുർബാനയുടെ പുസ്തകത്തിന് പുറകിൽ നൽകിയിട്ടുണ്ട്. മറ്റേത് താതനും അതുപോൽ ആത്മജനും ദിവ്യ ഗൃഹായിക്കും സ്തുതിയെന്നും. അത് വ്യതിയാന വിധേയമല്ലാത്ത ഭാഗമാണ്, അത് മാറ്റാൻ പറ്റില്ല. അതെല്ലാ കുർബാനയിലും 6 സ്റ്റാൻസായും അർപ്പിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആദ്യത്തേത് കർത്താവിൻ്റെ ഈ പെസഹാരഹസ്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അപ്പത്തെയും വീഞ്ഞിനെ സമർപ്പിക്കുന്ന കാര്യങ്ങൾ അതിനകത്ത് ഓർമ്മിക്കുന്നു. അതോടൊപ്പം അന്നത്തെ ദിവസത്തെ കാര്യങ്ങളും കൂടി ഓർമ്മിക്കും. എന്നാൽ രണ്ടാമത്തെ കീർത്തനത്തിലാകട്ടെ 6 സ്റ്റാൻസായിലും പരിശുദ്ധ കന്യാമറിയത്തെ അനുസ്മരിക്കുന്നു, ശ്ലീഹന്മാരെ അനുസ്മരിക്കുന്നു, മാർ യോസേപ്പിനെ അനുസ്മരിക്കുന്ന ഭാഗം നമ്മൾ കൂട്ടിച്ചേർത്തു, മാർത്തോമാ ശ്ലീഹായെ അനുസ്മരിക്കുന്നു. അതോടൊപ്പം സ്വർഗത്തിലേക്ക് പോയ നീതിമാന്മാരും രക്തസാക്ഷികളുമായ സകല വിശുദ്ധരെയും അനുസ്മരിക്കുന്നു. പിന്നീട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ ജീവിച്ച എല്ലാവരെയും ഇവിടെ നമ്മൾ അനുസ്മരിക്കുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം പ്രാർത്ഥിക്കുകയാണ്, മരിച്ചവരെല്ലാം നിന്നെ സ്തുതിക്കട്ടെ, സ്തുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യട്ടെ. വിശുദ്ധരെ എല്ലാം ഓർമ്മിച്ച് വന്ന് സകല മരിച്ചവരെയും ഓർമ്മിക്കുകയാണ്. ഏറ്റവും അവസാനം പ്രാർത്ഥിക്കുകയാണ്, ഈ സമൂഹം പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ തുറക്കുവിൻ, ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ പൂർവികരായ പരിശുദ്ധ കന്യകാമറിയം, ശ്ലീഹന്മാരും രക്തസാക്ഷികളും വന്ദകരും വേദപാരംഗതന്മാരുമായ എല്ലാവരെയും പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അടുത്ത് ഇന്നായിരിക്കുന്നത് പോലെ നമ്മുടെ മരിച്ചുപോയ മറ്റു പൂർവികരെല്ലാം, പേര് വിളിക്കപ്പെടാത്തവരായിരിക്കുന്ന പൂർവികരെല്ലാം സ്വർഗത്തിലായിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി ഞങ്ങളും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കാരണമായിട്ട് തീരട്ടെ ഈ കുർബാന വഴി എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് പാടാനായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഗീതങ്ങൾ മാത്രമേ പാടാവൂ എന്നുള്ള കാര്യം കൂടി നാം ഓർമ്മിപ്പിക്കണം. പരിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കാനായി നൽകപ്പെടുന്ന ഗീതങ്ങൾ നാം ഉപയോഗിക്കണം. പുറത്തു നിന്നുള്ള പാട്ടുകളോ ഗീതങ്ങളോ കുർബാനയിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അത് പരിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തിന് ചേർന്നതുമല്ല. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ച് നമുക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.